പ്രിയമുള്ളവരെ, നമ്മൾ ഇലക്ട്രോകെമിസ്ട്രിയിലെ അതിപ്രധാനമായ ഒരു പോർഷനിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നെൻസ്റ്റ് ഇക്വേഷൻ എന്നാണ് ആ ഇക്വേഷൻ്റെ പേര്. നമ്മുടെ ജീവിത വിജയത്തിന് പല ഫാക്ടേഴ്സ് ഘടകങ്ങളാണ് ഓരോരുത്തരുടെയും ജീവിതം എടുക്കുമ്പോൾ. അതുപോലെ നമ്മുടെ സെല്ലിൻ്റെ കാര്യത്തിലും, അതായത് സെൽ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് പല കാര്യങ്ങളോടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ അറ്റ് സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ്, ടെമ്പറേച്ചർ, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്, അങ്ങനെയുള്ള പല ഘടകങ്ങളുമായിട്ടാണ് നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ റിലേറ്റ് ചെയ്തിരിക്കുന്നതെന്ന് നെൻസ്റ്റ് കണ്ടുപിടിച്ചു. അന്നേരം ദിസ് ഇക്വേഷൻ വാസ് ഗിവൺ ബൈ നെൻസ്റ്റ് in order to relate electrode potential of an electrochemical reaction to standard electrode potential, temperature and concentration of electrolyte. ആ ഇക്വേഷൻ നമുക്കൊന്ന് പറയാം. സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യൽ മൈനസ് 2.303 RT by NF natural logarithm to the base E Q, log Q എന്നാണ്. ലോഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് പറഞ്ഞു. ഇക്വേഷൻസ് ഓർത്തിരിക്കുക. അന്നേരം ഒന്നും കൂടെ നമുക്ക് പറയാം. E that is equal to E0 minus 2.303 RT by NF log Q. Q എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ്, അതായത് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ്. എഫ് എന്താണ്? ഫാരഡേസ് കോൺസ്റ്റന്റ് ആണ്. ആർ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ, എൻ നമ്പർ ഓഫ് ഇലക്ട്രോൺസ്. ഇതാണ് നെൻസ്റ്റ് ഡിറൈവ് ചെയ്തിരിക്കുന്ന ഇക്വേഷൻ. ഇത് ആരൊക്കെ തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ്? നമ്മുടെ സെൽ പൊട്ടൻഷ്യലിനെയും സ്റ്റാൻഡേർഡ് പൊട്ടൻഷ്യലിനെയും ടെമ്പറേച്ചറിനെയും കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റിനെയും തമ്മിൽ റിലേറ്റ് ചെയ്യിക്കുന്ന ഒരു ഇക്വേഷനാണ്. ഇത് 2020 ബോർഡ് എക്സാമിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണിത്. ഇന്നേരം എഴുതി പഠിക്കണം. എഴുതി ഈ ഇക്വേഷൻ എഴുതി വെച്ചിട്ട് ഓരോ ടേംസും എന്താണെന്നുള്ളത് ഓർത്തോർത്ത് ഇത് പറഞ്ഞ് പഠിക്കണം. നെൻസ്റ്റ് ഇക്വേഷൻ ഒന്നും കൂടെ എല്ലാവരും റീകോൾ ചെയ്യാം. എന്താണ് നെൻസ്റ്റ്? ഈ നെൻസ്റ്റ് പറയുന്നത് സെൽ പൊട്ടൻഷ്യൽ E ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് RT by NF നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് E ഇൻറ്റു Q. Q എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഷ്യന്റ്, R യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ്, N എമൗണ്ട് ഇൻ മോൾ ഓഫ് ഇലക്ട്രോൺസ് ട്രാൻസ്ഫർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡാനിയൽ സെല്ലിന്റെ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ നമുക്ക് എടുക്കണമെങ്കിൽ എന്തായിരിക്കും ഇവിടെ N എന്ന് പറയുന്നത്? എന്നിന്റെ വാല്യൂ എത്ര ഇട്ട് കൊടുക്കണം? എത്ര മോൾസ് അല്ലെങ്കിൽ എത്ര ഇലക്ട്രോൺസ് അവിടെ ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്? 2 എന്നുള്ള ഇതാ കൺസെപ്റ്റ് ആണ് N കൊണ്ട് ഇവിടെ കൊടുക്കുന്നത്. എഫ് ഫാരഡേസ് കോൺസ്റ്റന്റ്, ടി ടെമ്പറേച്ചർ ഇൻ കെൽവിൻ. ഓക്കെ, ടെമ്പറേച്ചർ ഇൻ കെൽവിൻ എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്ക് അന്നേരം നെൻസ്റ്റ് ഇക്വേഷൻ ഒന്ന് ഡിറൈവ് ചെയ്യാൻ പോകാം. നമ്മൾ നെൻസ്റ്റ് ഇക്വേഷൻ ഇവിടെ നെൻസ്റ്റ് ഇക്വേഷൻ പറയുകയാണ്. ഒരു ഇലക്ട്രോഡ് റിയാക്ഷൻ. ആ ഇലക്ട്രോഡ് റിയാക്ഷൻ എങ്ങനെയാണ്? Mn പ്ലസ്, അതായത് അക്വസ് സ്റ്റേറ്റിനകത്താണ് Mn പ്ലസ് പ്ലസ് N ഇലക്ട്രോൺ ഗീവ്സ് എ മെറ്റൽ. The electrode potential at any concentration measured with respect to standard hydrogen electrode. അതുകൊണ്ട് നമ്മളിവിടെ ഈ ഒരു ഇക്വേഷൻ കൊണ്ടുവരികയാണ്. E that is equal to E0 minus RT by NF natural logarithm to the base E concentration of M divided by concentration of Mn plus. ഇനി കോൺസെൻട്രേഷൻ ഓഫ് M എന്ന് പറയുന്നത് സോളിഡ് ആണ്. അത് പ്യുവർ സ്റ്റേറ്റിനകത്ത് എന്താണത്? 1 ആണ്. അതിന്റെ ഇക്വേഷൻ 1 ആയിട്ട് വരുന്നു. അതുകൊണ്ട് നമ്മളത് E that is equal to E0 minus RT by NF natural logarithm to the base E 1 by concentration of Mn plus. E0 has already been, നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. എന്നായിരുന്നു? സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിനകത്ത് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ആണ്. 6 ഗ്യാസ് കോൺസ്റ്റന്റ്, അതിന്റെ വാല്യൂ ഒന്നും കൂടെ പറയാം, 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ ആണ്. ഫാരഡേയുടെ വാല്യൂ 96487 കൂളോം പെർ മോള്. T is the temperature in Kelvin and Mn plus is the concentration of the species.
നെക്സ്റ്റ് ഇക്വേഷനിലൂടെ നമ്മൾ പഠിക്കുകയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. നമ്മൾ കാണുകയാണ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ ഡിപ്പെൻഡ്സ് ഓൺ ടെമ്പറേച്ചർ ആൻഡ് കോൺസെൻട്രേഷൻ. അതിലൂടെ നമ്മൾ നെക്സ്റ്റ് ഇക്വേഷൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാണ്. ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഇ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 പ്ലസ് RT ബൈ NF അല്ലെങ്കിൽ ZF ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് ഇ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡന്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിഡക്റ്റൻസ് ആണ് കൊടുത്തിരിക്കുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ ഓർത്തിരിക്കുക. പ്ലസ് ഇവിടെ വന്നിരിക്കുന്നത് ഓക്സിഡന്റിന്റെയും റിഡക്റ്റന്റിന്റെയും പ്ലേസ് വെച്ചാണ് അവിടെ വ്യത്യാസം വന്നിരിക്കുന്നത്. Cell potential that is equal to E0 minus 2.303 R by NF log concentration of product divided by concentration of reactant. ഇത് ഏത് ഇക്വേഷൻ ഏത് റിയാക്ഷൻ വേണമെങ്കിലും നമുക്ക് റെപ്രസെന്റ് ചെയ്യാവുന്ന ഇക്വേഷൻ ആണ്. അതായത് A+B gives C+D. അതൊരു ജനറൽ ഇക്വേഷൻ. ആ ജനറൽ ഇക്വേഷന്റെ പ്രൊഡക്റ്റ് സൈഡ് ആണ് C into D, റിയാക്ടന്റ് സൈഡ് ആണ് A into B. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ഇക്വേഷൻ അനുസരിച്ച് ഏത് ജനറൽ ഇക്വേഷൻ നമുക്ക് എഴുതാം. സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ മൈനസ് 2.303 RT by NF ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് പ്രൊഡക്റ്റ് സൈഡ് ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റിയാക്ടന്റ് സൈഡ് എന്നുള്ളതാണ് കാണിച്ചിരിക്കുന്നത്. ഡാനിയൽ സെൽ നമ്മൾ നേരത്തെ പറഞ്ഞു N എത്രയായിരിക്കും ഡാനിയൽ സെല്ലിന്റെ 2. നമ്മൾ ഡാനിയൽ സെൽ ഒന്നും കൂടെ പരിചയപ്പെടുകയാണ്. ഡാനിയൽ സെല്ല് ആനോഡായിട്ട് സിങ്ക് ആക്ട് ചെയ്യുന്നു, കാഥോഡായിട്ട് കോപ്പർ ആക്ട് ചെയ്യുന്നു. ആനോഡിനകത്ത് എന്താണ് റിയാക്ഷൻ നടന്നിരിക്കുന്നത്? സിങ്കിന് ഓക്സിഡേഷൻ സംഭവിച്ച് സിങ്ക് 2+ 2 ഇലക്ട്രോണെ ലിബറേറ്റ് ചെയ്തു. കാഥോഡിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? കാഥോഡിൽ 2 ഇലക്ട്രോൺ വന്നപ്പോൾ Cu2+ അതിനെ സ്വീകരിച്ച് കോപ്പർ സോളിഡ് ആയിട്ട് മാറി. അതിന്റെ നെറ്റ് സെൽ റിയാക്ഷൻ എന്ന് പറയുന്നത് സിങ്ക് സോളിഡ് പ്ലസ് കോപ്പർ 2+ ഗീവ്സ് Cu പ്ലസ് സിങ്ക് 2+ എന്നുള്ള ആ ടോട്ടൽ റിയാക്ഷൻ ആണ് ഇവിടെ നമ്മൾ കാണുന്നത്. അങ്ങനെയാണെങ്കിൽ ഡാനിയൽ സെല്ലിന്റെ നെക്സ്റ്റ് ഇക്വേഷൻ നമുക്ക് നോക്കാം. ഇവിടെ പറഞ്ഞിരിക്കുകയാണ് ഇൻ ഡാനിയൽ സെൽ ദ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഫോർ എനി ഗിവൺ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ആൻഡ് സിങ്ക് 2+ അയോൺസ്. അതായത് കാഥോഡായിട്ട് കോപ്പർ, ആനോഡായിട്ട് സിങ്ക്. അങ്ങനെയാണെങ്കിൽ കോപ്പർ കാഥോഡിന്റെ സെൽ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ പറയുകയാണ് E0 മൈനസ് RT by 2 നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് E into 1 by കോൺസെൻട്രേഷൻ ഓഫ് Cu2+. ആനോഡിനകത്ത് സെൽ പൊട്ടൻഷ്യൽ ഓഫ് സിങ്ക് അല്ലെങ്കിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് RT by 2 ln 1 by സിങ്ക് 2+. സെൽ പൊട്ടൻഷ്യൽ ഇവിടെ പറയുകയാണ്. സെൽ പൊട്ടൻഷ്യൽ എങ്ങനെ കണ്ടുപിടിക്കുന്നത്? ഈ സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E കാഥോഡ് മൈനസ് E ആനോഡ്. പ്രൊഡക്ഷൻ പൊട്ടൻഷ്യൽ ഓഫ് കാഥോഡ് മൈനസ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് ആനോഡ്. അങ്ങനെയാണ് നമ്മൾ സെൽ പൊട്ടൻഷ്യൽ കണ്ടുപിടിക്കുന്നത്. ആ ഇക്വേഷൻ നമ്മളിവിടെ കൊടുക്കുകയാണ്. നേരം ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് കോപ്പർ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അതുപോലെ തന്നെ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് സിങ്കും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് കിട്ടുകയാണ് cell potential that is equal to E0 cell minus RT by 2F natural logarithm to the base E concentration of zinc 2+ by concentration of Cu2+. It can be seen that cell potential depends on the concentration of both the Cu2+ and zinc 2+. Cu2+ ന്റെ കോൺസെൻട്രേഷനെയും സിങ്ക് 2+ ന്റെ കോൺസെൻട്രേഷനെയും എന്ത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? നമ്മുടെ സെൽ പൊട്ടൻഷ്യൽ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. It increases with the increase in the concentration of Cu2+ and decreases in the concentration of zinc 2+. It increases with the in the concentration of Cu2+ ions and decrease in the concentration of zinc 2+. അത് എന്തുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത്? ഇക്വേഷൻ ശ്രദ്ധിച്ചേ. E cell that is equal to E0 മൈനസ് വന്നുകൊണ്ടാണ്. മൈനസ് എന്നുള്ള സൈൻ വന്നതുകൊണ്ടാണ് ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യം. എന്ത് കാര്യം? ഇറ്റ് ഇൻക്രീസ് സെൽ പൊട്ടൻഷ്യൽ ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് Cu2+ ആൻഡ് ഡിക്രീസ് ഇൻ ദ കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് 2+ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്കറിയാം നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് ഇ നമ്മൾ എങ്ങനെയാണ് നാച്ചുറൽ ലോഗരിതം ടു ദ ബേസ് 10 ആക്കി മാറ്റുന്നത്?
അതിനെ എന്തുകൊണ്ട് ഗുണിച്ചാൽ മതി? 2.303 കൊണ്ടൊക്കെ ഗുണിച്ചാൽ മതി. നമ്മൾ ആ വാല്യൂസ് എല്ലാം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പം നമുക്ക് ലാസ്റ്റ് ഒരു ഇക്വേഷൻ കിട്ടുകയാണ്. അതിതാണ് സെൽഫ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.059/2 log concentration of Zinc 2 plus by concentration of Cu2 plus. Self potential that is equal to E0 minus 0.059/2 log concentration of Zinc 2 plus by concentration of Cu2 plus. നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനകത്തെ ആറിന്റെ വാല്യൂ 8.314 കൊടുത്തു. അതുപോലെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 298 കെൽവിൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഫാരഡെ 96500 എന്നുള്ള കൂളോമിലോട്ടാക്കി അതിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട്, അതെല്ലാം കോൺസ്റ്റന്റ് ആയിട്ട് കൊടുത്തു. ആ കോൺസ്റ്റന്റ് എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എന്തായിരിക്കും? 2.303 കൊണ്ട് ഗുണിക്കും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഈ ഇക്വേഷൻ എന്തായി മാറുന്നു? RT/2 ln എന്ന് പറയുന്നത് 0.059/2 log ആയി മാറുന്നു. അതാണ് നമ്മൾ ഇക്വേഷനകത്ത് കാണുന്നത്. എന്നിട്ട് നമ്മൾ പ്രോബ്ലത്തിനൊക്കെ നമുക്ക് ഈ ഇക്വേഷൻ എടുക്കാൻ സാധിക്കും. എന്താണ്? സെൽഫ് പൊട്ടൻഷ്യൽ ഓഫ് ആരുടെയാണ് സെൽഫ് പൊട്ടൻഷ്യൽ? ഡാനിയൽ സെല്ലിന്റെ സെൽഫ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.059/2 ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zinc 2 പ്ലസ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Cu2 പ്ലസ്. ഇത് പ്രോബ്ലത്തിന് ചോദിക്കാം. അന്നേരം ഇത് ഓർത്തിരുന്ന് എഴുതുക. ഇപ്പം നമ്മൾ നെൻസ്റ്റ് ഇക്വേഷൻ, ഡാനിയൽ സെല്ലിന്റെ നെൻസ്റ്റ് ഇക്വേഷൻ ആണ് നമ്മൾ പരിചയപ്പെട്ടതും പഠിച്ചതും. ഒന്ന് സെൽഫ് പൊട്ടൻഷ്യൽ ഓഫ് ഡാനിയൽ സെൽ that is equal to E0 minus 2.303 RT/2 log concentration of Zinc 2 plus by concentration of Cu2 plus എന്ന് കൊടുത്തു. ഇത് ടെമ്പറേച്ചർ 298 കെൽവിൻ കൊടുക്കുകയാണെങ്കിൽ, സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിന്റെ ഇത് കൊടുക്കുകയാണെങ്കിൽ എന്തായിട്ട് കൺവേർട്ട് ചെയ്യുന്നു? ഈ സെൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 സെൽ മൈനസ് 0.059/2 log concentration of Zinc 2 plus by concentration of Cu2 plus. നമുക്ക് ഡാനിയൽ സെല്ലിന്റെ ഈ ഇക്വേഷനെ നമുക്ക് ഒന്നും കൂടെ വേറൊരു വിധത്തിൽ കൺവേർട്ട് ചെയ്താൽ ഈ സെൽ അല്ലെങ്കിൽ സെൽഫ് പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 പ്ലസ്, ഇവിടെ ഓർക്ക സൈൻ മാറി, എന്താണ്? മൈനസ് എന്നുള്ളത് എന്തായി മാറുന്നു? പ്ലസ് ആയി മാറുന്നു. പ്ലസ് 0.0591/2 ലോഗ്. ഇനി നമ്മൾ ആ റിയാക്ഷൻ കോഷ്യന്റിന്റെ അവിടെ നോക്കുക. വ്യത്യാസം എന്താണെന്ന് നോക്കുക. താഴെ ആയിരുന്ന Cu2 പ്ലസ് മുകളിലോട്ട് വരുവാണ്. അതായത് Cu2 പ്ലസ് ബൈ Zinc 2 plus, concentration of Cu2 plus by concentration of Zinc 2 plus. ഇതും നമുക്ക് ഈ ഇക്വേഷൻ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കും. രണ്ട് തരത്തിൽ നമുക്ക് പറയാം. അന്നേരം മാറിപ്പോകരുത്. മൈനസും പ്ലസും വരുമ്പോൾ റിയാക്ഷൻ കോഷ്യന്റിന്റെ പൊസിഷൻ മാറരുത്. ഇപ്പൊ നമ്മൾ കണ്ടത് ഡാനിയൽ സെല്ലിന്റെ നെൻസ്റ്റ് ഇക്വേഷൻ ആണ് കണ്ടത്. ഇനി നമുക്ക് സെൽഫ് പൊട്ടൻഷ്യലിനെയും ഇക്വിലിബ്രിയം കോൺസ്റ്റന്റിനെയും തമ്മിൽ, അതായത് നമുക്കറിയാം സെൽഫ് പൊട്ടൻഷ്യൽ എന്തുമായിട്ടാണ് റിലേറ്റ് ചെയ്തിരിക്കുന്നത്? സെൽഫ് പൊട്ടൻഷ്യൽ റിയാക്ഷൻ കോഷ്യന്റുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുകയാണ്. റിയാക്ഷൻ കോഷ്യന്റുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഒരു ഇക്വിലിബ്രിയം, സന്തുലനാവസ്ഥയിൽ ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ ആ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റുമായിട്ട് എങ്ങനെയാണ് സെൽഫ് പൊട്ടൻഷ്യൽ റിലേറ്റ് ചെയ്യുന്നതാണ് നമ്മൾ കാണാൻ പോകുന്നത്. E0 that is equal to E0 സ്റ്റാൻഡേർഡ് സ്റ്റേറ്റിലുള്ള സെൽഫ് പൊട്ടൻഷ്യൽ E0 that is equal to 2.303 RT/NF log Kc, where Kc is called equilibrium constant. Kc നമ്മൾ എന്താണ് പറയുന്നത്? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ്. ഈ ഇക്വേഷൻ ഇമ്പോർട്ടന്റ് ആണ്. E0 of cell that is equal to 2.303 RT/NF log Kc. Electromotive force that is equal to E0 minus 2.303 RT/NF log Q, where N എന്ന് പറയുന്നത് ടോട്ടൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ലോസ്റ്റ് ഓർ ഗെയിൻഡ്, നഷ്ടപ്പെട്ടതോ അല്ലെങ്കിൽ എന്താ കിട്ടിയതോ ആകാം. ലോസ്റ്റ് ഓർ ഗെയിൻഡ് 1 ഫാരഡേയുടെ ഈ വാല്യൂ ഒക്കെ എഴുതി വെച്ചോണം, നിങ്ങൾക്ക് അറിയാം. ഇതിലും എങ്കിലും എഴുതി വെക്കുക. 1 ഫാരഡേ ദാറ്റ് ഈസ് ഈക്വൽ ടു 96500 കൂളോം. ടെമ്പറേച്ചറിന്റെ വാല്യൂ 298 കെൽവിൻ. യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 8.314 ജൂൾ പെർ കെൽവിൻ ആണ്. Q എന്ന് പറഞ്ഞാൽ റിയാക്ഷൻ കോഎഫിഷ്യന്റ്, ഓക്സിഡേഷൻ സ്റ്റേറ്റ് അല്ലെങ്കിൽ കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ്. കോൺസെൻട്രേഷൻ ഓഫ് ഓക്സിഡൈസ്ഡ് സ്റ്റേറ്റ് ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് റെഡ്യൂസ്ഡ് സ്റ്റേറ്റ് ആണ്. നമ്മൾ
ഇവിടെ ഇത് കൊടുക്കുകയാണ് സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് 0.0591 ബൈ n log Q. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ആയിട്ടുള്ള റിലേഷൻ ആണിത്. നമുക്കത് എങ്ങനെ ഡിറൈവ് ചെയ്തെന്ന് നമ്മൾ നോക്കാൻ പോവാണ്. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് ഫ്രം നെൻസ്റ്റ് ഇക്വേഷൻ ഇതെങ്ങനെയാണ് വരുന്നത് നമ്മൾ നോക്കുകയാണ്. ഇവിടെ നമുക്ക് കിട്ടുവാണ് ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0. ഡാനിയൽ സെല്ലിന്റെ നോക്കുവാണ്. ഡാനിയൽ സെല്ലിനകത്ത് റിയാക്ഷനൊക്കെ നിങ്ങൾക്ക് അറിയാം. അന്നേരം അതിന്റെ സെൽ പൊട്ടൻഷ്യൽ ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ 0 ആകുന്നു. ദാറ്റ് ഈസ് ഈക്വൽ ടു E0 മൈനസ് 2.303 RT ബൈ 2F log in concentration of zinc 2 plus by concentration of Cu2 plus. E0 that is equal to 2.303 എന്ന് റീഅറേഞ്ച് ചെയ്യാണ്. അന്നേരം E0 that is equal to 2.303 RT by 2F log concentration of zinc 2 plus by concentration of Cu2 plus. ഇക്വിലിബ്രിയത്തിലായിരിക്കുമ്പോൾ zinc 2 plus by Cu2 plus എന്ന് പറയുന്നത് എന്താ, അതിന്റെ വാല്യൂ ദാറ്റ് ഈസ് ഈക്വൽ ടു Kc. ടെമ്പറേച്ചർ 298 കെൽവിൻ തന്നെയാണ്. എബോവ് ഇക്വേഷൻ അത് കൊടുക്കുമ്പോൾ അവിടെ നമുക്ക് സെൽ പൊട്ടൻഷ്യൽ ദാറ്റ് ഈസ് ഈക്വൽ ടു 0.059 by 2 into log Kc that is equal to 1.1 volt. സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സെൽ പൊട്ടൻഷ്യൽ കിട്ടുകയാണ് 1.1 വോൾട്ട് ആയിട്ട് കിട്ടുന്നു. പിന്നെ Kc ഇവിടെ പറയുകയാണ്. ഇതിൽ നിന്ന് Kc നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാം. Kc റീഅറേഞ്ച് ചെയ്യുമ്പോൾ കിട്ടുകയാണ് 2 into 10 raised to 37 2 into 10 raised to 37 at 298 കെൽവിൻ എന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അന്നേരം നമ്മൾ പറയുകയാണ് സെൽ പൊട്ടൻഷ്യൽ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ദാറ്റ് ഈസ് ഈക്വൽ ടു 2.303 RT by NF log Kc. This equation gives a relationship between equilibrium constant and standard potential of the cell in which that reaction takes place. നമുക്ക് ഇങ്ങനത്തെയുള്ള ഇക്വേഷനിൽ നിന്ന് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ സാധിക്കും. ഇക്വിലിബ്രിയം കോൺസ്റ്റന്റ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഇക്വേഷനാണ് നമ്മളിപ്പം കണ്ടത്. നമ്മൾ അടുത്തായിട്ട് നമ്മുടെ സെൽ പൊട്ടൻഷ്യലും ഫ്രീ എനർജിയുമായിട്ടുള്ള ഒരു റിലേഷനാണ് നോക്കുന്നത്. ഫ്രീ എനർജി നിങ്ങൾക്കറിയാം. ഫ്രീ എനർജി അല്ലെങ്കിൽ ഗിബ്സ് എനർജി എങ്ങനെയാണ് റെപ്രസെന്റ് ചെയ്തത്? ഡെൽറ്റ ജി ആണ്. ഡെൽറ്റ ജിയും സെൽ പൊട്ടൻഷ്യലും തമ്മിലും റിലേഷൻ ഉണ്ട്. ദ റിവേഴ്സിബിൾ വർക്ക് ഡൺ ബൈ എ ഗാൽവാനിക് സെൽ ഈസ് ഈക്വൽ ടു ഡിക്രീസ് ഇൻ ഇറ്റ്സ് ഗിബ്സ് എനർജി. ദ റിവേഴ്സിബിൾ വർക്ക് ഡൺ ബൈ എ ഗാൽവാനിക് സെൽ is equal to decrease in its Gibbs energy, and therefore if the EMF of the cell is E and NF is the amount of charge passed, delta G is the Gibbs energy. അങ്ങനെയാണെങ്കിൽ ആ റിയാക്ഷന്റെ അവർ തമ്മിലുള്ള റിലേഷൻ ആണ് ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NFE. ഇതിലെ ടേംസ് എല്ലാം നമ്മൾ കണ്ടു. ഡെൽറ്റ ജി ഗിബ്സ് എനർജിയാണ്. N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ആണ്. F ഫാരഡേ. E എന്ന് പറഞ്ഞാൽ സെൽ പൊട്ടൻഷ്യൽ. ഓർത്തിരിക്കുക. ഇതിന്റെ ഒരു ഗ്രാഫ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. പ്രോഗ്രസ് ഓഫ് റിയാക്ഷനും എനർജിയും തമ്മിലുള്ള ഒരു ഗ്രാഫ് ഒക്കെ കാണിച്ചിട്ടുണ്ട്. ഇതാണ് ഗിബ്സ് ഫ്രീ എനർജിയുമായിട്ടുള്ള റിലേഷൻ. അങ്ങനെയാണെങ്കിൽ ഡാനിയൽ സെല്ലിന്റെ നമുക്കൊന്ന് പറയാം. ഡാനിയൽ സെല്ല് ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NFE ആണെങ്കിൽ ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് 2 into FE. എന്താണ് 2 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്നുള്ള ആ കൺസെപ്റ്റാണ് വന്നിരിക്കുന്നത്. F ഫാരഡേ കോൺസ്റ്റന്റ്, E EMF അല്ലെങ്കിൽ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് എന്നുള്ളതാണ് ഉള്ള ഇക്വേഷൻ ആണ്. ഡെൽറ്റ ജി ദാറ്റ് ഈസ് ഈക്വൽ ടു മൈനസ് NFE. ഈ പഠിപ്പിച്ചിരിക്കുന്ന എല്ലാം നമുക്ക് പരീക്ഷയ്ക്ക് പ്രോബ്ലം ആയിട്ട് ചോദിക്കാനുള്ള ഒരു സാധ്യതയുള്ള കാര്യങ്ങളാണ്. ഈ ഇക്വേഷൻസ് ഒക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എങ്ങനെയാണ് സെൽ പൊട്ടൻഷ്യലും ഗിബ്സ് ഫ്രീ എനർജിയും ആയിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നത്, അതുപോലെ ഇക്വിലിബ്രിയം കോൺസ്റ്റന്റും സെൽ പൊട്ടൻഷ്യലുമായിട്ട് റിലേഷൻ, ഏറ്റവും അതിപ്രധാനമായിട്ടുള്ളതാണ് നെൻസ്റ്റ് ഇക്വേഷൻ. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കണ്ടിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോർഷനാണിത്. അന്നേരം നമ്മൾ പരീക്ഷയെ അടിസ്ഥാനമാക്കിയാണെങ്കിൽ ഈ ഇക്വേഷൻസ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. അത് മറക്കരുത്. നല്ലപോലെ ഇത് പഠിക്കുക. താങ്ക്സ് ഫോർ യുവർ അറ്റൻഷൻ. ഗോഡ് ബ്ലെസ് യു.